അർമേനിയയിൽ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നിട്ടാണ് അർമേനിയയുടെ 5ാമത്തെ ദിവസത്തെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളത്. അത് മറ്റൊന്നും കണ്ടല്ല കേട്ടോ, ജോലി തിരക്കുകളും കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ അർമേനിയയിലെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് ആറാറാത്ത് മൗണ്ടൻ. ഓക്കെ, നമ്മൾ ഈ നിൽക്കുന്നത് അറാഗാത്ത്. ഓക്കെ, അപ്പൊ ഇത് ഈ കാണുന്നതാണ് അറാഗാത്ത്, അത് അറാറാത്ത്. പക്ഷെ അതിപ്പോൾ തുർക്കിയുടെ കീഴിലുള്ള മലയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ നമുക്ക് പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ റോഡ് ബ്ലോക്കാണ്. കണ്ടില്ലേ, റോഡിലെല്ലാം മഞ്ഞ് വീണ് കിടക്കാണ്. വണ്ടികൾ മുമ്പോട്ട് പോവില്ല, സ്കിഡാവും. അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇവിടെ കുറേ പേരൊക്കെ കണ്ടില്ലേ നടന്നു പോകുന്നത്. അവരെല്ലാം ഇതുപോലെ ദൂരെ വണ്ടി നിർത്തിയിട്ടിട്ട് നടന്നു പോവുകയാണേ. അർമേനിയയിൽ ഇന്ന് 5ാമത്തെ ദിവസമാണെങ്കിൽ ഇതുവരെ നമ്മളൊരു സ്നോമാനെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. സ്നോ വെച്ച് നമ്മളിവിടെ നഴ്സറിയിൽ തെർമോക്കോൾ വെച്ച് സ്നോമാനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇന്ന് നമ്മൾ സ്നോ വെച്ചൊരു സ്നോമാനെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വേണ്ട നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അത് ഒരു സ്നോമാനെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. എങ്കിലും അത് അടിയാണ് കേട്ടോ നടക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഫാമിലി ഉണ്ട്. മഞ്ഞ് കണ്ടപ്പോൾ നമ്മൾ മഞ്ഞ് വലിച്ചെറിയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഒരു രസം തന്നെ ആയിരുന്നു. അവസാനം എന്തെയ്യാലും ചെറിയ എയറിൽ തുടങ്ങി അവസാനം അടിയായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ പ്രകടനങ്ങളെല്ലാം നമ്മുടെ ഗൈഡായിട്ടുണ്ടായിരുന്ന ഗോകുലാണ് കേട്ടോ ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ അവസാനം ഞങ്ങൾ സ്നോമാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഇക്കയും ജുമിയും താണ്ടെ അതിൻ്റെ ബോഡി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഹെഡ് സെപ്പറേറ്റ് അത് മഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മളിത് പ്ലാൻഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ക്യാരറ്റോ ഒന്നും ഇല്ലായിരുന്നു ഇതിന് മൂക്കിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ജാബി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കൂടെ വന്ന് നശിപ്പിച്ചിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവനിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. അതിൻ്റെ ഇടക്ക് അവരുമായിട്ട് അടിയും കൂടുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ കൂടെ മറ്റൊരു ഫാമിലിയും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ദാ അവസാനം നമുക്ക് ഈ ഒരു ഷേപ്പിലൊക്കെ എത്തിക്കിട്ടി കേട്ടോ. അപ്പോഴത്തേക്കും ജാബിക്കും ഇഷ്ടമായി. അത് നമ്മുടെ കൂടെ പിന്നെ കൂടിയിട്ടുള്ളതാണ് ആള്. അതിന് മൂക്ക് വെച്ച് കൊടുക്കാനും ഒക്കെ. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്നോമാനുമായിട്ട് കുറച്ച് ഫോട്ടോസും റീൽസിനുള്ള വീഡിയോസും സ്ലോമോയിലും ഒക്കെ ആക്കി എടുക്കുകയാണെ നമ്മൾ. അടുത്തായിട്ട് നമ്മുടെ സൺഗ്ലാസ് ഉപയോഗിച്ച് ജാബി നമ്മുടെ സ്നോമാനെ ഫ്രീക്കനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പൊട്ടിപ്പോകുന്നുള്ള ഒരു പേടിയാണ് എനിക്ക്. നമ്മൾ ഉച്ചക്കലത്തെ ആഹാരം കഴിക്കാൻ വന്നിട്ടുള്ളതാണേ. ഇതൊരു മ്യൂസിയവും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബ്രീത്തൊക്കെ നടക്കുമ്പോൾ പോലും ഇവിടെ ഒന്നും മഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് നടക്കുമ്പോൾ പോലും ആ ഒരു കാറ്റിൽ നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ബ്രീത്തൊന്നും നല്ലോണം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം എന്താ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നടക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നേ. അപ്പോൾ ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലായിട്ട് വരുന്നൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാനും കഴിയില്ല, കൂട്ടത്തിൽ ചെവിയും കേൾക്കില്ല. അങ്ങനെയുള്ളവരാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകൾ. അപ്പോൾ നമുക്ക് അത് ആദ്യം അറിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മുടെ ഗൈഡ് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ഫുഡൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നതും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കുന്നത് നമ്മളെ. എങ്കിലും നമുക്ക് മലയാളി ടച്ച് വരത്തക്ക രീതിയിൽ നമ്മുടെ റൈസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ബിരിയാണി രീതിക്ക്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ബ്രെഡും കൂട്ടത്തിൽ വേറൊരു ഐറ്റം ഒക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ മറന്നുപോയി എന്തൊക്കെയാണ് പേരെന്നുള്ളത്. പിന്നെ ഇതൊരു മിക്സഡ് ഫ്രൈഡ് പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അർമേനിയയിൽ ഒരുപാട് ചർച്ചുകളുണ്ട് കേട്ടോ. നമ്മൾ വന്നിട്ട് ഇതുവരെയും ഒരു ചർച്ചിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ അന്നാണ് നമ്മൾ ഇവിടെ ഒരു ചർച്ചിൽ കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
എച്ച് മിയാസിൻ എന്നുള്ളൊരു ചർച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഈ പ്രൊനൗൺസ് ചെയ്തത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇംഗ്ലീഷ് ഒക്കെയാണ് ഇങ്ങനെയുള്ള ചർച്ചുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ചർച്ച് ആദ്യമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കാത്തഡ്രലായിട്ടാണ് കേട്ടോ ഇതിനെ അറിയപ്പെടുന്നത്. ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണേ. ഇവിടെ ക്രിസ്മസ് ഒക്കെയാണ്, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ ദാ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു വലിയൊരു പുൽക്കൂട്. അപ്പോൾ ദാ ഇനി നമുക്ക് ഫ്ലൈറ്റിനുള്ള സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, റോഡിലൊക്കെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. സ്ട്രീറ്റിലും ഒക്കെ ഇതുപോലെ തന്നെ ഒരുപാട് നല്ല ഭംഗിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും വീഡിയോ എടുക്കാനൊന്നും ഈ അവസാന നിമിഷങ്ങളിൽ പറ്റിയില്ല. ആദ്യമൊക്കെ കരുതി പിന്നീട് ചെയ്യാമെന്ന് കരുതിയിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോൾ ഒന്നിനും സമയം തികയാത്തതുപോലെ ആയി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോകും വഴി നമുക്കൊരു ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരിച്ച് നമുക്ക് UAE പോകുമ്പം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹറിബറിയായിട്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഗൂഗിളാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു 5 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൂഗിളുണ്ടല്ലോ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനുള്ളിൽ തന്നെ. അപ്പോൾ കൂടാതെ നമുക്ക് മലയാളികളായതുകൊണ്ട് തന്നെ, നമ്മുടെ ഗൈഡും മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെയായിരുന്നു നമുക്ക് ഇവിടെ ആൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ റൂമുകൾ ഒക്കെ ആണെങ്കിലും നമുക്ക് സേഫായിരുന്നു. ഫാമിലിയായിട്ട് വന്നെങ്കിലും പുതിയൊരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മലയാളി ഗൈഡുമാരാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്തെങ്കിലും കോൺടാക്ട് ചെയ്ത് നോക്കുക. നല്ല സർവീസായിരുന്നു, നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാമെന്നുള്ളതാണ് കേട്ടോ. കാരണം ഇവർ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. എൻ്റെ കൂട്ടത്തിൽ അവരാണെങ്കിൽ നമുക്ക് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും നല്ല ഒരു സർവീസായിരുന്നു അവരുടേത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് നല്ല നിമിഷങ്ങളായിരുന്നു. നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് ഡോഫ് ഹോളിഡേയ്സ് നമുക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഡോഫ് ഹോളിഡേയ്സ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് UAE പോവാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു 5 ദിവസത്തെയും കുറച്ച് നല്ല നിമിഷങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.